താളം ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉടുക്ക് കൊട്ടിയിട്ടായിരുന്നു ഉണ്ടായത്. ഇനി ചെണ്ടത്താളത്തിനാണ്, ഇത് ആഫ്രിക്ക താളത്തിനാണ്. ഇനി അതിപ്പോൾ നമ്മളിപ്പോൾ പാടിയിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാരികൻ്റെ ചരിത്രമാണ്. ദാരികനെ കാളി വന്നിട്ട് കൊല്ലുന്ന കഥയാണിപ്പോൾ പാടിപ്പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാളി ഭദ്രകാളിയായിട്ട് ആ വരുന്നത്, അതിന് ആഫ്രിക്ക താളം ചെണ്ടമേളം വേണം. അപ്പോൾ അതായിട്ടാണ് ഇപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കാവുന്ന ഭദ്രകാളിനെ നമുക്ക് ആവാഹിച്ച് കൊണ്ടുവന്നു. അതാണ് പാല. പാലയുടെ മുകളിൽ നമ്മൾ ഭദ്രകാളിനെ ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ പാലക്കൊമ്പ് ഇവിടെ മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അയ്യപ്പൻ വിളക്കാണെങ്കിൽ ഇതൊരു ശാക്തേയ പൂജയാണ്. അപ്പോൾ ഇതിൽ ശക്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതിൽ കാളിയുണ്ട്, അയ്യപ്പനുമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ കറുത്ത ഇതിട്ടിട്ട് ചുറ്റിയിട്ടുള്ള കോമരം അയ്യപ്പനാണ്. ചുവപ്പിട്ടിട്ട് വാളുള്ളത് കാളിയാണ്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽവിളക്കിന് 2 വെളിച്ചപ്പാടും കാൽവിളക്കിന് 2 വെളിച്ചപ്പാട്, അരവിളക്കിന് 3 വെളിച്ചപ്പാട്, ഒരു വിളക്കിന് 5 വെളിച്ചപ്പാട് എന്നുള്ളതാണ് കണക്ക്. ഇതിനെല്ലാം നമ്മൾ കാൽവിളക്കിന് 1 അമ്പലം, അരവിളക്കിന് 3 അമ്പലം, ഫുൾ വിളക്കിന് 5 അമ്പലം. അങ്ങനെ ഇതിനെല്ലാവർക്കും കണക്കുണ്ട്. പാടുന്നതിന് കണക്കുണ്ട്, ഈ ഓരോന്നിൻ്റെയും ഈ അമ്പലത്തിൻ്റെ പിന്നെ സെറ്റിന് കണക്കുണ്ട്. എല്ലാ കണക്കുകളിലൂടെയുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ചുമ്മാ ഇതൊരു റിച്വലാണ്, അനുഷ്ഠാന കലയാണ്. അതായത് നമ്മൾ ഈശ്വരൻ്റെ രൂപം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ, രൂപമില്ലാത്തൊരു കാലത്ത് ഈശ്വരനെ കല്ലായും മരമായും ആരാധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ, കാവിൻ്റെ ഉള്ളിൽ കാറ്റായും മഞ്ഞായും മഴയായും വെയിലും കൊള്ളുന്ന ആ ഭഗവതി അല്ലെങ്കിൽ ആ കാവിലെ ശക്തി, അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പാലക്കൊമ്പിൽ ആവാഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ പാലക്കൊമ്പ് ഇപ്പോൾ നമ്മൾ 12 നാട്ടി കഴിഞ്ഞു. അപ്പോൾ ആ നാട്ടിയപ്പോൾ നമ്മൾ കാളിയുടെ ചരിതമാണ് ഇപ്പോൾ പാടിയത്. കാളി എന്തിനാണ് ഉണ്ടായത്, ഭദ്രകാളി ഉണ്ടായത് ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ കൊടുത്ത് കൊട്ടി പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദാരികൻ്റെ വധം കഴിഞ്ഞു. അപ്പോൾ ഇനി കാലം ചെരിഞ്ഞ് ഭദ്രകാളി ഇവിടെ എഴുന്നള്ളി. ഇനി ഭദ്രകാളിനെ ശാന്തയാക്കുന്ന, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ആസുര താളത്തിൽ ചെണ്ടവായ്ക്കലായിട്ട് ഇനി നൃത്തങ്ങൾ നടത്തും. ഇനി രാത്രിയാണ് ബാക്കി അയ്യപ്പൻ്റെ ജനനവും പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പും അതിനുശേഷമുള്ള അയ്യപ്പൻ്റെ കഥകളും പറയുന്നത്. ശാസ്താവ് ജനിക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ രാത്രിയാണ് പാടുക. അതായത് ഇപ്പോൾ ഇവിടെ പാടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഭസ്മാസുരൻ്റെ കഥയാണ്. 2 തരം കഥകളുണ്ട്. ഒന്ന് പാലാഴി മദനം കഴിഞ്ഞിട്ട് മോഹിനി കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ശിവൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ ശാസ്താവ് ഉണ്ടാകുന്നു എന്നൊരു കഥയുണ്ട്. പക്ഷേ ഇവിടെ പാടുന്നത് ഭസ്മാസുരന് വരം കൊടുത്ത ശിവൻ, അത് ആ വരം ശക്തിയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭസ്മാസുരൻ ശിവൻ്റെ തലയിൽ തന്നെ പരീക്ഷിക്കാൻ പോകുന്നു. ശിവൻ ഓടുന്നു, പിന്നാലെ ഭസ്മാസുരൻ ഓടുന്നു. ഇത് കണ്ട് വിഷ്ണു വീണ്ടും മായാമോഹിനിയായി വന്നിട്ട് ഭസ്മാസുരനെ പറഞ്ഞു മയക്കി സ്വന്തം തലയിൽ തന്നെ തൊട്ടുനോക്കാൻ പറയുന്നു. അങ്ങനെ സ്വന്തം തലയിൽ തൊട്ടുനോക്കി ശിവൻ്റെ വരം ഭസ്മാസുരൻ സ്വന്തം തലയിൽ തൊട്ടിട്ട് പരീക്ഷിച്ച് മരണപ്പെടുകയാണ്. അപ്പം അതിനുശേഷം ശിവനും മോഹിനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ശാസ്താവ് എന്നുള്ള കഥയാണ് ഇവിടെ രാത്രി പാടുക. ആ പാട്ട് കഴിയുന്നതോട് കൂടിയിട്ട് പാൽക്കിൻ്റെയായിട്ട് എഴുന്നള്ളിച്ച് വീണ്ടും ഒരു താലവും വെളിച്ചപ്പാടുമാരും ഉണ്ടാവും. താലം എഴുന്നള്ളിച്ച് പിന്നീട് അതിന് ശേഷമാണ് പൊലിപ്പാട്ട് പൊലിപ്പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നീടാണ് വാവരുടെ കഥ പാടി. അപ്പോഴേക്കാണ് വെട്ടും തരവും എന്നുള്ള ഒരു സംഭവങ്ങൾ, തിരിയുടിച്ചത്, ഇതിനകത്ത് കനൽച്ചാട്ടം. അപ്പോഴേക്കും വാവർ തയ്യാറാവും. ഒരു വെട്ടും തരവും കാര്യങ്ങളും ഉണ്ടാവും. അതോടുകൂടിയിട്ട് നേരം പുലരും. ഇതാണ് ഇതിൻ്റെ വെച്ചുവെളിച്ചതിൻ്റെ ആഗമം മൊത്തമുള്ള ഒരു സംഭവം. അപ്പോൾ പകല് നമ്മൾ കണ്ടിട്ട് ശക്തിയെ ആവാഹിച്ച് നമ്മൾ പന്തൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അയ്യപ്പൻ്റെ മറ്റുള്ള കഥകളാണ്. സ്വാമി ശരണം.